ഞങ്ങൾക്ക് എല്ലാവർക്കും വീക്കെൻഡ് ഓഫാണ്. ഞങ്ങൾ 5 പേരും കൂടെ ഞങ്ങൾ വെളിയിൽ ഷർഫിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണേ. നാട്ടിൽ പോകാനായിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ പർച്ചേസ് ചെയ്യാനായിട്ട് പോവാണേ. അടുത്ത മാസം ആദ്യം ഫസ്റ്റിൽ തന്നെ അവർ നാട്ടിൽ പോകും. നാട്ടിൽ പോകാനായിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഷർഫിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. സാധാരണ അവിടെ തന്നെയാണ് പോയി ഷർഫിയ അല്ലെങ്കിൽ ബലത് അവിടെ എവിടെയെങ്കിലും പോയാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകുന്നത്. അവിടെ കുറേ മലയാളി കടകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട് അവിടെ പോയാണ് വാങ്ങിക്കുന്നത് സാധാരണ. ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഒരു സ്ഥിരമായിട്ട് വിളിക്കുന്നൊരു വണ്ടിച്ചേട്ടനുണ്ട്, മുനീഫെന്ന് പറഞ്ഞ ചേട്ടൻ. ചേട്ടനാകുമ്പോൾ ഞങ്ങളെ കറക്റ്റ് സ്ഥലത്ത് എത്തിക്കുകയും ചെയ്യും, ഞങ്ങളെ തിരിച്ച് സേഫായിട്ട് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചേട്ടൻ്റെ വണ്ടിക്കാണ് ഞങ്ങളെപ്പോഴും പോകുന്നത്. നമ്മുടെ മലപ്പുറത്ത് താമസിക്കുന്നതാണ് ചേട്ടനെ. അപ്പം വഴിയെ കണ്ടോ ഈന്തപ്പഴങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ വഴി നീളെ. നല്ല രസമാണ് ഗാർഡനിങ്ങും ഈന്തപ്പനകളും. നല്ല റോഡാണ് യാത്ര ചെയ്യാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. റോഡ് വഴിയാണെങ്കിൽ പോലും മരങ്ങളും അതും ഇതൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴമുണ്ട്. അങ്ങനെ കുറേ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ വഴി നീളെ. വണ്ടിയിൽ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് പോകണം, കാരണം ആഴ്ചയിൽ 2 ഓഫല്ലേ കിട്ടുകയുള്ളൂ. അങ്ങനെ എൻജോയ് ചെയ്ത് ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം കൂടെ പോവാണ്. ഇതിപ്പോൾ ഞങ്ങൾ പോയി അവിടെ കുറച്ച് ദൂരം പോകണേ, കുറേ ദൂരം പോകണം യാത്ര ചെയ്ത്. സാധാരണ ഞങ്ങൾ ഫ്രണ്ട്സ് ഓഫ് അനുസരിച്ച് ആർക്കൊക്കെയാണ് കിട്ടുന്നത് അങ്ങനെ അനുസരിച്ച് ഞങ്ങൾ പോകാറ്. ഇതിപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്, അതിനകത്ത് ഒരാൾ എക്സിറ്റ് പോവാണ്. പിന്നെ ബാക്കി 2 പേർക്കും കൂടി സാധനം വാങ്ങിക്കാനായിട്ട് പോകണം. ഞാനെന്നാൽ ഇന്ന് പോകുന്നില്ലെന്ന് വിചാരിച്ചാണ്. അപ്പം ഫ്രണ്ട്സ് പറഞ്ഞു, വാ നമുക്കൊന്ന് പോയി അതുവഴിയൊക്കെ പോയി ഒന്ന് റിലാക്സൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുകയാണ്. നിയോ മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പിംഗ് സെൻറ്ററിലാണ് കയറുന്നത്. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് തപ്പി നടക്കുവാണേ. കുറച്ച് ഞങ്ങളങ്ങോട്ട് നടന്നു. അവിടെ കുറേ മലയാളി റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ കയറാതെ വേറൊരു സ്ഥലത്ത് കയറണമെന്ന് ഞങ്ങളുടെ അടുത്ത് കയറി. അങ്ങനെ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തു. ഒരു 2 കപ്പ ബിരിയാണി, പിന്നെ പുട്ട്, ബീഫും ചിക്കനും ചേർത്ത് 2 പുട്ട് ഓർഡർ ചെയ്തു. പിന്നെ ഒരു ചായ, പിന്നെ ഒരു ജ്യൂസ്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നേ. അപ്പം ഞങ്ങളുടെ കപ്പ ബിരിയാണിയും അപ്പവും വന്നിട്ടുണ്ട്. ഇനി കണ്ണൂർ സ്റ്റൈലിൽ എന്താ അപ്പമാണെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ പുട്ട് ഇനി വരാനായിട്ട് ഇരിപ്പുണ്ട്, ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് കൊണ്ടുവന്നു. ജ്യൂസ് കുടിച്ചിട്ട് സൂപ്പറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ഫുഡെല്ലാം കഴിച്ചു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചൊരു 7-7:30 ആയപ്പോഴത്തേക്ക് തിരിച്ചു പോയി. സാധാരണ ഈ സമയത്ത് ഇവിടെ നല്ല ബ്ലോക്കാണേ. ഇന്നിപ്പോൾ എന്താണെന്നറിയത്തില്ല, ഈ ബ്ലോക്ക് കുറവുണ്ട്. അങ്ങനെ മേടിച്ച സാധനങ്ങളെല്ലാം ആയിട്ട് തിരിച്ച് അതുപോലെ തന്നെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്. നല്ല യാത്രയായിരുന്നു കേട്ടോ. മേടിക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം മേടിക്കാനും പറ്റി. പിന്നെ പെട്ടി സാധനങ്ങൾ, ചോക്ലേറ്റ്സ്, നട്ട്സ്, പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ, വാച്ച്, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു. നിയോ മാർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ എല്ലാ വർഷവും എല്ലാ തവണയും ഓരോരുത്തരുടെ വീട്ടിൽ പോകുന്ന നേരത്ത് ഞങ്ങളെല്ലാവരും കൂടിയാണ് സാധാരണ പർച്ചേസിങ്ങിന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിലെത്തി. ബൈ.